ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു മാച്ചും കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഹൈദരാബാദ് എഫ്.സിക്കെതിരെ. അതായത് ലീഗ് ലാസ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളെ മാർച്ച് 12-ന് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് ഈ ഒരു മാച്ച്. ഈ ഒരു വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പ്രീ മാച്ച് ടോക്ക് ആയിരിക്കും. ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് 2021 ഫൈനലാണ്. അവർ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ തോറ്റുണ്ടായിരുന്നു പെനാൽറ്റിയിൽ. ആ ഒരു ഫൈനൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫൈനൽ എന്നൊക്കെ നമുക്ക് വെച്ചാൽ പറയാം. ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ റിവേഴ്സ് ഫിക്സ്ചറിൽ അവരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 1-0 എന്നുള്ളൊരു സ്കോർ ലൈനിൽ അവരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ജയത്തിൽ നിന്നും പിന്നെ അവരൊരു തോൽവിയിൽ നിന്നുമാണ് വരുന്നത്. അതായത് ഹൈദരാബാദ് പഞ്ചാബ് എഫ്.സിക്കെതിരെ 3-1 സ്കോർ ലൈനിൽ തോറ്റിട്ടാണ് അവർ നമ്മുടെ ഈ ഒരു മാച്ചിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ മുംബൈ സിറ്റിക്കെതിരെയുള്ള ഒരു ജയത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മാച്ചിലേക്ക് പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു പോസിറ്റീവ് ഒരു ഇമ്പാക്റ്റ് നിലനിൽക്കുന്നുണ്ട്. മുംബൈ സിറ്റിക്കെതിരെയുള്ള മാച്ചിൽ നോവ സൗദി ബെഞ്ചിൽ അവൈലബിൾ ആയിരുന്നു. അതേപോലെ തന്നെ 70-ാം മിനിറ്റിന് ശേഷം നോവ സൗദി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ ഹെയ്സൂസ് ഈ ഒരു മാച്ചിൽ അവൈലബിൾ ആകുമെന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ് 10 മാച്ചസ്, അതായത് കഴിഞ്ഞ 10 മാച്ചസ് ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്ന് വെച്ചാൽ 5 പ്രാവശ്യം കേരളം ജയിച്ചിട്ടുണ്ട്, 5 പ്രാവശ്യം ഹൈദരാബാദും ജയിച്ചിട്ടുണ്ട്. പിന്നെ ടേബിൾ നോക്കുകയാണെന്ന് വെച്ചാൽ കേരളം 9-ാം സ്ഥാനത്ത് 28 പോയിൻറ്റും പിന്നെ അതേപോലെ തന്നെ ഹൈദരാബാദ് 12-ാം സ്ഥാനത്ത് 17 പോയിൻറ്റുമായിട്ടാണ്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇനി കൂടുതൽ സൂപ്പർ കപ്പിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ടീം അണിനിരക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇനി സൂപ്പർ കപ്പിലാകും ഒന്നുകൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ട് പ്ലേയേഴ്സ് പോവുക, അതിനായിരിക്കും കൂടുതൽ പരിഗണന കൊടുക്കുകയെന്ന് പുരുഷോത്തമൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് നല്ലതായിട്ടാണ് ഞാൻ തോന്നുന്നത്. കാരണം ഇനിയുള്ള പ്ലേയേഴ്സ്, അതായത് ഇതുവരെ ചാൻസ് കിട്ടാത്ത പ്ലേയേഴ്സ് ഒന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി എക്സ്പീരിയൻസ്ഡ് ആവട്ടെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജൂനിയർ സൈനിങ്സ്, അതായത് ബികാസ് ഷുന്നം ഒക്കെ ഒന്ന് ഗ്രൗണ്ട് ഇറങ്ങി കളിച്ച് നമ്മുടെ പ്ലേയേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി കഴിഞ്ഞാൽ തന്നെ സൂപ്പർ കപ്പും കാര്യങ്ങളൊക്കെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. ആയിരിക്കുന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബിലോ ഇതേപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ആദ്യം കമൻറ്റ് ടാബ് ഷെയർ ചെയ്യണം. പിന്നെയാണ് ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. സബ്സ്ക്രൈബ് ചാനൽ ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.